Now question number 9. Find the intervals in which the function given by f of x equal to x square minus 4x plus 6 is a increasing, b decreasing. ഇവിടെ നമുക്ക് ഇൻ്റർവെൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ കാണണം, ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ കാണണം. അപ്പോൾ വേറെ സ്റ്റെപ്സാണ് നമ്മളതിന് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 4 ഈക്വൽ ടു 2 ഔട്ട് സൈഡ് എടുത്തിട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യണത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഇനി ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് ഹോൾ ഇൻ്റർവെല്ലിനെ നമുക്ക് 2 സബ് ഇൻ്റർവെല്ലാക്കി ഡിവൈഡ് ചെയ്യാം. സോ കൺസിഡർ ദ ഇൻ്റർവെൽസ് open interval minus infinity to and open interval to infinity. ഇനി ഓരോ ഇൻ്റർവെല്ലിലും നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ കാണണം. അപ്പോൾ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ ലെസ് ദാൻ 0 ആണ്. അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ആ ഇൻ്റർവെല്ലിലെ ഏതെങ്കിലും ഒരു വാല്യൂ എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് 2 ഇൻറ്റു -1 ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്ന് കിട്ടും. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 2ൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. ദെർഫോർ എഫ് ഇസ് ഡിക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 2. ഇനി അടുത്ത ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ ടു ഇൻഫിനിറ്റി എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് വരുന്നത് നമ്മൾ എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്നുള്ള വാല്യൂ എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുത്താൽ 2 ഇൻറ്റു 1 വരും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. Therefore in open interval to infinity f dash of x is greater than 0. Therefore f is increasing in open interval to infinity. Now question number 10. Find the intervals in which the function given by f of x equal to 4x cube minus 6x square minus 72x plus 30 is a increasing, b decreasing. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ മൈനസ് 72x പ്ലസ് 30. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 12x സ്ക്വയർ മൈനസ് 12x മൈനസ് 72. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് വെച്ചാലാണ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവണ പോയിൻറ്റ്സ് ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 12 ഔട്ട് സൈഡ് എടുത്തിട്ട് 12 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6. ഇനി ബ്രാക്കറ്റിൽ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ടും എഴുതാം. അപ്പോൾ 12 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2. നൗ ഫൈൻഡ് ദ പോയിൻറ്റ്സ് വെർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ പോയിൻറ്റ്സിന് ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറയാം. കാരണം ഒന്നെങ്കിൽ ഗ്രാഫ് മേലേക്ക് പോയിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യുമ്പോൾ താഴേക്ക് വരും. അപ്പോൾ ആ ഹൈറ്റ് ഏറ്റവും മാക്സിമം ആവുന്ന സ്ഥലത്ത് എന്തായാലും എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കും. അതിനെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു -2, 3. ഇനി ഈ 2 വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഹോൾ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റീനെ സബ് ഇൻ്റർവെൽസ് ആക്കി ഡിവൈഡ് ചെയ്യുക. ദെർഫോർ കൺസിഡർ ദ ഇൻ്റർവെൽസ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി -2, ഓപ്പൺ ഇൻ്റർവെൽ -2 3 ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി. ഇനി ഓരോ ഇൻ്റർവെല്ലിലും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ നമ്മൾ നോക്കണം. ഇൻ ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി -2 എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ നോക്കണം. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എക്സിന് കൊടുക്കുക. എക്സിന് ഇപ്പോൾ -3 എന്ന് എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. Therefore, in open interval minus infinity -2, f dash of x is greater than 0. Hence, f is increasing in open interval minus infinity -2. ഇനി അടുത്ത ഇൻ്റർവെൽ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -2 3. ഇവിടെ നമ്മൾ 0 എന്നുള്ള വാല്യൂ എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് കിട്ടും. Therefore, in open interval -2 3 f dash of x is less than 0. Therefore f is decreasing in open interval -2 3. ചെക്ക് ചെയ്യണത് നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി. ഇനി മൂന്നാമത്തെ ഇൻ്റർവെൽ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി. അപ്പോൾ
അപ്പോൾ അതിലേതെങ്കിലും ഒരു വാല്യൂ എടുത്ത് നോക്കാം. എക്സിന് 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് വരിക. അപ്പോൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, ദെർഫോർ ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി. ഇനി 2 ഇൻ്റർവെല്ലിൽ എഫ് ഇൻക്രീസിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഫ് ഇസ് ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ -∞ -2 യൂണിയൻ ഓപ്പൺ ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി ആൻഡ് ഡിക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ -2 3 എന്ന് പറയാം. ഇനി ഹോൾ ഇൻ്റർവൽ എടുക്കുകയാണെങ്കിൽ എഫ് ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഓൺ ആർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 3x, എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π/2 ഈസ് എ ഇൻക്രീസിങ് ബി ഡിക്രീസിങ്. ഇപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 3x, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് 3x ഇൻറ്റു 3 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 cos 3x. ഇനി ടേണിംഗ് പോയിൻറ്റ്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് കോസ് 3x ഈക്വൽ ടു 0. കോസ് 0 ആവുന്ന കേസ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2ലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 3x ഈക്വൽ ടു π/2, 3π/2 എന്ന് എഴുതാം. കാരണം എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π/2 ആണ്. അപ്പോൾ 3x എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 3π/2. അപ്പോൾ 3x നമുക്ക് π/2 എന്നും 3π/2 എന്നും എടുക്കാം. വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു π/6, π/2. അപ്പോൾ ഈ π/6ഉം π/2ഉം യൂസ് ചെയ്തിട്ട് തന്നിട്ടുള്ള ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0π/2നെ സബ് ഇൻ്റർവൽസ് ആക്കി ഡിവൈഡ് ചെയ്യാം. കൺസിഡർ ഇൻ്റർവൽസ് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0π/6 ആൻഡ് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ π/6, π/2. ഇനി ഓരോ ഇൻ്റർവെല്ലിലും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ നോക്കണം. പിന്നെ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0π/6 എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അത് നമ്മൾ ചെയ്യണത് എങ്ങനെയാണ്? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0π/6ലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുത്തു നോക്കുക. അപ്പോൾ നമ്മൾ എക്സിന് 0 എന്ന് കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. ദെർഫോർ എഫ് ഈസ് ഇൻക്രീസിങ്. ഇനി സെക്കൻഡ് ഇൻ്റർവെല്ലിൽ ചെക്ക് ചെയ്യാം. ഇൻ ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ π/6, π/2 എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0. അത് കിട്ടുന്നത് എങ്ങനെയാണ്? π/6ൻ്റെയും π/2ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 60 ഡിഗ്രി. അത് എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 cos π എന്ന് വരും, വിച്ച് ഈസ് -3, വിച്ച് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ എഫ് ഈസ് ഡിക്രീസിങ് വരും. ദസ് എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0π/6 ആൻഡ് ഡിക്രീസിങ് ഇൻ ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ π/6, π/2. സാധാരണ നമ്മൾ സബ് ഇൻ്റർവെൽസ് എടുക്കുമ്പോൾ ഓപ്പൺ ഇൻ്റർവെൽസ് ആണ് എടുക്കുക. ഇവിടെ നമ്മൾ 0ൻ്റെ അവിടെയും π/2ൻ്റെ അവിടെയും ക്ലോസ്ഡ് എടുത്തിട്ടുണ്ട്. അത് റീസൺ ഇതാണ്, തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0π/2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് the function f given by f of x equal to sin x plus cos x, 0 less than or equal to x less than or equal to 2π is increasing or decreasing. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. Now to find the turning points, f dash of x equal to 0 implies cos x minus sin x equal to 0, which implies cos x equal to sin x, implies tan x equal to 1, implies x is equal to π/4, 5π/4. കാരണം എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 2π ആണ്. അപ്പോൾ 4 ക്വാഡ്രൻറ്റിലും ടാൻ എക്സ് 1 വരുന്നത് ഒരു വാല്യൂ π/4ഉം ഒരു വാല്യൂ 5π/4ഉം ആണ്. ഇനി π/4ഉം 5π/4ഉം യൂസ് ചെയ്തിട്ട് 0 തൊട്ട് 2π വരെയുള്ള ഇൻ്റർവെലിനെ 3 സബ് ഇൻ്റർവെൽസ് ആക്കി ഡിവൈഡ് ചെയ്യാം. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0π/4, ഓപ്പൺ ഇൻ്റർവൽ π/4 5π/4, ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 5π/4 2π. ഇനി അതിൽ ഓരോ ഇൻ്റർവെല്ലിലും എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ ഇൻ
ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 π/4 എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. റീസൺ എന്നാണ് നമ്മൾ എക്സിന് 30 ഡിഗ്രി അത് കൊടുത്ത് നോക്കുക എഫ് ഡാഷ് ഓഫ് എക്സിൽ. അപ്പോൾ നമുക്ക് √3 - 1/2 എന്നാണ് വരുന്നത്. √3യുടെ വാല്യൂ നമുക്കറിയാം 1.732 ആണ്. അപ്പോൾ ഇതെന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെർഫോർ എഫ് ഇസ് ഇൻക്രീസിങ്. ഇനി സെക്കൻഡ് ഇൻ്റർവെൽ നോക്കാം. ഇൻ ഓപ്പൺ ഇൻ്റർവെൽ π/4 5π/4 ഹിയർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0. കാരണം നമ്മളിതിൽ എക്സിന് 60 ഡിഗ്രി അതായത് π/3 എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ കോസ് π/3 മൈനസ് സൈൻ π/3 ഈസ് 1 - √3/2. അതെന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0. ദെർഫോർ എഫ് ഈസ് ഡിക്രീസിങ്. ഇനി തേർഡ് ഇൻ്റർവെല്ലിൽ ചെക്ക് ചെയ്യാം. ഇൻ ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 5π/4 2π ഹിയർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. കാരണം നമ്മൾ കൊടുക്കുന്ന വാല്യൂ 270 ഡിഗ്രിയാണ്. എക്സിന് 3π/2 എന്ന് കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് 3π/2 മൈനസ് സൈൻ 3π/2. അപ്പോൾ നമുക്ക് 1 കിട്ടും വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ദെർഫോർ എഫ് ഇസ് ഇൻക്രീസിങ്. അപ്പോൾ നമുക്ക് ഇൻക്രീസിങ് ആയിട്ടുള്ള 2 ഇൻ്റർവെൽ കിട്ടിയിട്ടുണ്ട്. ദെർഫോർ വി ക്യാൻ റൈറ്റ് എഫ് ഇസ് ഇൻക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ 0 π/4 യൂണിയൻ open closed interval 5π/4 2π and f is decreasing in open interval π/4 5π/4. അപ്പോൾ ഹോൾ ഇൻ്റർവൽ 0 2π എടുക്കുകയാണെങ്കിൽ f is neither increasing nor decreasing.